സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് ഹറാമാണ്? ഹൈലുള്ള പെണ്ണിനെ നോമ്പനുഷ്ഠിക്കൽ നിഷിദ്ധമാണ്. എന്നാൽ സുബഹിയുടെ അല്പം മുൻപ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ വളരെ ചുരുങ്ങിയ 1-2 സെക്കൻഡുകൾക്ക് മുൻപ് അവിടെ രക്തം നിരച്ചാൽ പിന്നെ അവർക്ക് നോമ്പെടുക്കാൻ പാടുണ്ടോ? പാടുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് നോമ്പെടുക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, നിർബന്ധമാണ്. അതിന് ഉസ്താദെ കുളിക്കാൻ സമയം കിട്ടിയില്ലല്ലോ, അതിന് കുളിക്കണമെന്ന് ആരാണ് നിയമം പറഞ്ഞത്? നീ സുബഹിയുടെ മുൻപ്, സുബഹ് നിസ്കാരത്തിന്റെ മുൻപ് നിന്റെ രക്തം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ സമയം കിട്ടിയാലും ഇല്ലെങ്കിലും അവിടെ നിർബന്ധമായും നീ എന്തു ചെയ്യണം? നീ നോമ്പനുഷ്ഠിക്കൽ നിനക്ക് അനുവദനീയമാണ്, നിർബന്ധമാണ്. നോമ്പനുഷ്ഠിച്ചേ പറ്റൂ. കുളിക്കൽ പിന്നെ നിർവഹിച്ചാൽ മതി. അതുപോലെ തന്നെ നിസ്കാരം ഖളാഉ വീട്ടാൻ പാടില്ല. നോമ്പാണെങ്കിൽ ഖളാഉ വീട്ടണം. നിസ്കാരം ഹൈദിന്റെ സമയത്ത് നിസ്കരിക്കൽ നിഷിദ്ധമാണ്. എന്നാ പിന്നെ ഒരു ഉമ്മാക്ക് തോന്നാണ്, ഓരോ മാസവും എത്ര നിസ്കാരം എനിക്ക് പോകുന്നത്, എത്ര നിസ്കാരമാണ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈ നിസ്കാരങ്ങളൊക്കെ ഒന്ന് ഖളാഉ വീട്ടിയാലോ എന്ന് ഒരു ഉമ്മക്ക് വല്ലാത്ത തസവ്വുഫ് കൂടി, സൂഫിസം കൂടി. അങ്ങനെ ഹൈളുകാലത്തു നഷ്ടപ്പെട്ട, നിഫാസുകാലത്തു നഷ്ടപ്പെട്ട നിസ്കാരം അത് ഖളാഉ വീട്ടാൻ നിന്നാൽ ഖളാഉ വീട്ടുന്നത് ഹറാമാണ്. ഖളാഉ വീട്ടാൻ പാടില്ല. അല്ലാഹു തആല തന്നൊരു അനുഗ്രഹമാണത്. കാരണം ഒരു ഉമ്മ എല്ലാ മാസവും 7-8 ദിവസം സാധാരണഗതിയിൽ ഹൈളുകാരിയാകുന്ന മെൻസസ് ഉണ്ടാകുന്ന ഉമ്മ, ആ ഉമ്മക്ക് ഒരു ദിവസം ഏകദേശം 5 വക്ത് നിസ്കാരം ഖളാ ആയാൽ 7 ദിവസം കഴിയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് എത്ര നിസ്കാരം? 45 വക്ത് നിസ്കാരം. ആ 35 വക്ത് നിസ്കാരം ആ ഉമ്മക്ക് ഖളാ ആയി പോകുന്നു. 35 വക്ത് നിസ്കാരം ഉമ്മാക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് മുഴുവനും ഖളാഉ വീട്ടുക എന്ന് പറയുന്നത് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഭരിക്കുന്ന, മക്കളെ നോക്കുന്ന, ഭർത്താവിനെ പരിചരിക്കുന്ന, അങ്ങനെ എല്ലാ തിരക്കുകൾക്കും ഇടയിൽ പ്രിയപ്പെട്ട ഉമ്മാക്ക് 35 വക്ത് നിസ്കാരം എല്ലാ മാസവും ഖളാഉ വീട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു, ഹൈളുകാരി നിസ്കരിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല ആ നിസ്കാരം ഖളാഉ വീട്ടലും നിഷിദ്ധമാണ്. ഖളാഉ വീട്ടാൻ പാടില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ. പക്ഷേ നോമ്പ് ഖളാഉ വീട്ടണം. നോമ്പ് നിർബന്ധമായും ഖളാഉ വീട്ടിക്കൊള്ളണം. ഇൻഷാ അല്ലാഹ് മുത്തും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഇനി നമ്മൾ രക്തം മുറിഞ്ഞു, സുബഹിയുടെ മുമ്പ് രക്തം മുറിഞ്ഞാൽ കുളിക്കാതെ തന്നെ നോമ്പനുഷ്ഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതുപോലെ പറ്റുന്ന 2 കാര്യങ്ങൾ, ഒന്ന് നോമ്പാണ്, കുളിക്കുന്നതിന് മുമ്പ് നിർവഹിക്കാം. അതുപോലെ തന്നെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ രക്തം മുറിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. ത്വലാഖ് ചൊല്ലൽ അനുവദനീയമാണ്. അപ്പൊ കുളിയുടെ മുമ്പ് അനുവദനീയമാകുന്ന 2 കാര്യങ്ങൾ, ഒന്ന് നോമ്പ്, മറ്റൊന്ന് ത്വലാഖ്. ഇത് രണ്ടും അനുവദനീയമാണെന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ ഫർളു ഐനാണ്. ഫർള് കിഫയല്ല, ഫർള് ഐന്. എന്താ ഫർള് ഐന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പഠിക്കൽ വ്യക്തിപരമായി നിർബന്ധമാണ്. വ്യക്തിപരമായി നിർബന്ധമാണ്. ആരെങ്കിലും പഠിച്ചാൽ
അപ്പോൾ ആരെങ്കിലും പഠിച്ചാൽ രക്ഷപ്പെടുമോ? ഇല്ല. എല്ലാവരും വ്യക്തിപരമായി പഠിക്കൽ നിർബന്ധമാണ്. ഓരോരുത്തരും പഠിച്ചിരിക്കണം. എങ്കിലേ തീർച്ചയായും ഇത് രക്ഷപ്പെടുകയുള്ളൂ.